നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് CBSEയിലെ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററാണ്. വളരെ ലളിതമായിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും അടുത്ത ക്വാഡ്രിലാറ്ററൽസ്, സർക്കിൾസ് ഈ ചാപ്റ്ററിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ട്രയാങ്കിൾസിൻ്റെ ഐഡിയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രയാങ്കിൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ ട്രയാങ്കിൾസിലേക്ക് കടക്കാം. നിങ്ങൾ സെവൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. കുറച്ചും കൂടി അതേ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾ, ഈ കോൺഗ്രുവൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്നത്. അടുത്ത 2 ചാപ്റ്ററിലെയും എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്നത് കോൺഗ്രുവൻസ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, എന്താണ് കോൺഗ്രുവൻസ്? കോൺഗ്രുവൻസ് മീൻസ് ഒരേപോലെയുള്ള, ഈക്വൽ എന്നുള്ള മീനിങ്ങിൽ എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, 2 ലൈൻ സെഗ്മെൻറ്റ്, ഈ 2 ലൈൻ സെഗ്മെൻറ്റ് ഒന്ന് AB എന്നും രണ്ടാമത്തതിനെ PQ എന്ന് നമുക്ക് കൊടുക്കാം. ഈ 2 ലൈൻ സെഗ്മെൻറ്റ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ഈ 2 ലൈൻ സെഗ്മെൻറ്റിനും സെയിം ലെങ്ത് ആയിരിക്കണം. ഓക്കെ, സെയിം ലെങ്ത് ആണെങ്കിൽ നമ്മളിതിനെ ഒരു വര ഇതുപോലെ ഇടുകയാണെങ്കിൽ ഇത് സെയിം ലെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടും സെയിം ലെങ്ത് ആണെങ്കിൽ നമുക്ക് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. 2 ആംഗിൾസ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ, ഈ 2 ആംഗിൾസ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ആവണമെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റും സെയിം തന്നെ ആയിരിക്കണം. രണ്ടിൻ്റെയും മെഷർമെൻറ്റ് സെയിം ആണെങ്കിൽ ആ 2 ആംഗിൾസും സെയിം ആണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ആംഗിൾ രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഇനി ട്രയാങ്കിളിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ട്രയാങ്കിളിന് 3 സൈഡ്സും 3 ആംഗിൾസുമാണുള്ളത്. അതുകൊണ്ട് തന്നെ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആവണം എങ്കിൽ 2 ട്രയാങ്കിൾ ഈക്വൽ ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. 2 ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ 2 ട്രയാങ്കിളിനെ നമ്മൾ 2 പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരുപോലെ തന്നെ ഇരിക്കും. അതാണ് കോൺഗ്രുവൻസിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിൾസ് എങ്ങനെയാണ് കോൺഗ്രുവൻ്റ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു 2 ട്രയാങ്കിൾസ് ABC, ഇതൊരു ട്രയാങ്കിൾ ABC ആണ്, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ PQR ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 ട്രയാങ്കിളിൻ്റെ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം. സൈഡ്സ് എല്ലാം ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ സൈഡ്സ് കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ AB ഈക്വൽ ടു PQ ആയിരിക്കണം. ഓക്കെ, AB ഈക്വൽ ടു PQ ആയിരിക്കണം, അല്ലെങ്കിൽ BC ഈക്വൽ ടു QR ആയിരിക്കണം. BC ഈക്വൽ ടു QR, അതുപോലെ AC ഈക്വൽ ടു PR ആയിരിക്കണം. AC ഈക്വൽ ടു PR ആയിരിക്കണം. ഓക്കെ, അപ്പോൾ AB ഈക്വൽ ടു PQ, BC ഈക്വൽ ടു QR, AC ഈക്വൽ ടു PR ആയിരിക്കണം. 3 സൈഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതുപോരാ ഇനിയോ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P ആയിരിക്കും. അതുപോലെ ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q ആയിരിക്കും, ആംഗിൾ Q. അതുപോലെ ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R ആയിരിക്കും, ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R ആയിരിക്കും. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസ് ABC ട്രയാങ്കിൾ നമ്മൾ കോൺഗ്രുവൻസ് ഇങ്ങനെ എഴുതുന്നത് ABC കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ PQR എന്ന് പറയണമെങ്കിൽ അതിന് 6 കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ 3 സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, അതിൻ്റെ 3 ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞ ബേസിക് ഐഡിയ. ഇനി ഇത് ട്രയാങ്കിൾ നോക്കി നമുക്ക് മനസ്സിലാക്കാം. AB PQ ഈക്വൽ ആയിരിക്കും, BC QR ഈക്വൽ ആയിരിക്കും, AC PR ഈക്വൽ ആയിരിക്കും. ഇതാണ് കോൺഗ്രുവൻസിൻ്റെ ബേസിക് ഐഡിയ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, ഈ കോൺഗ്രുവൻസിന് ഇത്രയും തരണ്ട, നമുക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുള്ള് ഡിസ്കസ് ചെയ്തു പോകുന്നത്. എന്താണ് 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആവാനുള്ള കണ്ടീഷൻസ്? 2 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് PQR എന്ന ട്രയാങ്കിൾ, രണ്ടാമത്തത് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സൈഡും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അതായത് PQ ഈക്വൽ ടു AB നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ QR ഈക്വൽ ടു BC എന്നും തന്നിട്ടുണ്ട്. മൂന്നാമത് ഈ ഒരു ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ B എന്നും തന്നിട്ടുണ്ട്. 3 കണ്ടീഷൻ. ഏത് ട്രയാങ്കിളിലാണെങ്കിലും കോൺഗ്രുവൻസ് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻസ് അതിൽ വേണം. ഇല്ലെങ്കിൽ നമ്മൾ 3 കണ്ടീഷൻ അതിൽ കണ്ടുപിടിക്കണം എങ്ങനെയെങ്കിലും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സൈഡും ഈക്വൽ ആണെന്ന്, ഈ ഒരു സൈഡും ഈക്വൽ ആണെന്ന്, ഈ ഒരു ആംഗിളും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പറയാം. അതായത് ട്രയാങ്കിൾ ABC കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ PQR എന്ന് പറയാം. അതായത് 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ സൈഡ്സ്,
ഓക്കെ, ഈ രണ്ട് സൈഡ്സിൻ്റെയും നടുക്കുള്ള ആംഗിളാണിത്, ഈ രണ്ട് സൈഡ്സിൻ്റെയും നടുക്കുള്ള ആംഗിളാണിത്. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡ്സും ഒരു ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വലാണ്. അതിൻ്റെ മീനിങ് ഇതിൻ്റെ മൂന്നാമത്തെ സൈഡും ഇതിൻ്റെ മൂന്നാമത്തെ സൈഡും സെയിം തന്നെയായിരിക്കും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് രണ്ടും സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഈ റൂളിനൊരു പേരുണ്ട്. ഇത് നോക്കി, സൈഡ് ആംഗിൾ സൈഡ് അല്ലേ, സൈഡ് ആംഗിൾ സൈഡ്, അല്ലെങ്കിൽ ഈ റൂളിനെ നമുക്ക് SAS റൂൾ എന്ന് പറയാം. സൈഡ് ആംഗിൾ സൈഡ്, ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, അതായത് ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും രണ്ടാമത്തെ ട്രയാങ്കിളിലെ രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും കോൺട്രുവൻറ്റ് ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. അതിനെ നമുക്ക് അതിൻ്റെ ബാക്കി എല്ലാ സൈഡ്സും ബാക്കി ആംഗിൾസും എല്ലാം സെയിം തന്നെയായിരിക്കും, ഈക്വൽ തന്നെയായിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് എന്ത് പറയാം? SAS പ്രോപ്പർട്ടി എന്ന് പറയാം. ഇതാണ് SAS പ്രോപ്പർട്ടി. ഇനി രണ്ടാമത്തേത്, ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്, ഓർത്തിരിക്കുക. ഒന്നാമത്തെ SAS കഴിഞ്ഞു. രണ്ടാമത്തത്, നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ രണ്ട് ട്രയാങ്കിൾസ്. ഇത് ട്രയാങ്കിൾ ABC എന്നും എടുക്കാം, ഇത് ട്രയാങ്കിൾ PQR എന്നും എടുക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്തൊക്കെയാ? ഈ ഒരു ആംഗിളും ഈക്വൽ ആണ്. ഓക്കെ, അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആണ്. ഓക്കെ, ഈ നടുക്കുള്ള സൈഡ്സ് രണ്ടും ഈക്വൽ ആണ്. ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. നമ്മൾ വരച്ച് നോക്കുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിനകത്ത് രണ്ട് ട്രയാങ്കിൾസ് വരച്ച് നോക്കി അതിൽ ഇതെല്ലാം മാർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഈ രണ്ട് സൈഡ്സ് ഈക്വൽ, ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ്, ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ്, നടുക്കുള്ള സൈഡ്സ് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, BC ഈക്വൽ ടു QR എന്ന് തന്നിട്ടുണ്ടല്ലോ. BC ഈക്വൽ ടു QR എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സംശയമില്ലാതെ എഴുതാം, ട്രയാങ്കിൾ ABC ഈസ് കോൺട്രുവൻറ്റ് ടു ട്രയാങ്കിൾ PQR. ഈ ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും കോൺട്രുവൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഈ റൂളിൻ്റെ ഒരു പേര് പറയും. ഇവിടെ തന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കിയത്, ഇവിടെ ASA അല്ലേ, ആംഗിൾ സൈഡ് ആംഗിൾ, ആംഗിൾ സൈഡ് ആംഗിൾ, ആംഗിൾ സൈഡ് ആംഗിൾ, ബിറ്റ്വീൻ സൈഡ് വരും, രണ്ട് ആംഗിളിന് നടുക്കൊരു സൈഡ് വരുന്നു. അതുകൊണ്ട് ഈ റൂളിന് പറയുന്ന പേര് ASA റൂൾ എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച SAS ആയിരുന്നു. SAS രണ്ട് സൈഡ്സും നടുക്കുള്ള ആംഗിളും വന്നു. ASA വരുമ്പോൾ രണ്ട് ആംഗിൾസും നടുക്കുള്ള സൈഡും വരും. ഓക്കെ, അതാണ് ASA റൂൾ. അപ്പോൾ ASA റൂൾ എന്താണെന്ന് മനസ്സിലായി കാണും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, അപ്പോൾ ASA റൂൾ വെച്ചിട്ട് നമുക്ക് കോൺട്രുവൻസ് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്, അതിൻ്റെ രണ്ട് ആംഗിൾസും നടുക്കുള്ള സൈഡും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, അതിൻ്റെ പോയിന്റ് കിട്ടിയല്ലോ. ഇനി അടുത്ത മൂന്നാമത്തെ റൂളുണ്ട്. അതായത് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രണ്ട് ട്രയാങ്കിൾസ്, ഒന്ന് ABC എന്ന് പറയുന്ന ട്രയാങ്കിളും രണ്ട് PQR എന്ന ട്രയാങ്കിളും. ABCയും PQRും രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു ആംഗിളും സെയിം ആണ്. ഓക്കെ, ഈ ഒരു ആംഗിളും സെയിം ആണ്. അത് നമുക്ക് തന്നിട്ടുള്ളത് എങ്ങനെയാണ്? ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q തന്നിട്ടുണ്ട്, ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R തന്നിട്ടുണ്ട്. ഇനി തന്നിട്ടുള്ളത് ബിറ്റ്വീൻ സൈഡ് അല്ല, വേറെ ഏതെങ്കിലും ഒരു സൈഡാണ് വിചാരിക്കുക. ഈ സൈഡും ഈക്വൽ ആണ് വിചാരിക്കാം. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് നമുക്ക് AC ഈക്വൽ ടു PR എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് തന്നേക്കുന്ന കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ആംഗിളും ഒരു സൈഡും, ഒരു സൈഡും ഇത്രയും ഈക്വൽ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ പ്രോപ്പർട്ടി ഒരു ആംഗിൾ ഒരു സൈഡ് AAS, അതായത് ഈ രണ്ട് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ ABC ഈസ് കോൺട്രുവൻറ്റ് ടു ട്രയാങ്കിൾ PQR ഡ്യൂ ടു ഏത് റീസൺ? AAS ട്രയാങ്കിൾ പ്രോപ്പർട്ടി. ക്ലിയർ ആയോ? അപ്പോൾ മൂന്ന് ട്രയാങ്കിൾ പ്രോപ്പർട്ടി പറഞ്ഞു. ഒന്ന് SAS സൈഡ് ആംഗിൾ സൈഡ്, പേര് ഓർത്തിരുന്നാൽ മതി, എൻ്റെ പേര് വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. സൈഡ് ആംഗിൾ സൈഡ് ആംഗിൾ എപ്പോഴും നടുക്കായിരിക്കും. രണ്ടാമത്തെ SAS എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും നടുക്കുള്ള ആംഗിളും, AS എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾസും എവിടെയെങ്കിലും ഉള്ളൊരു സൈഡും ഈക്വലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ട്രയാങ്കിൾസ് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട്, ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. ഇനി നിങ്ങളുടെ പ്രൂഫ് ഒന്ന് വായിച്ച് നോക്കുക. ആ എക്സസൈസ്, ഫസ്റ്റ് എക്സസൈസിലെ എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് ചെയ്യാനുള്ള 3 പോയിന്റ് നമുക്ക് കഴിഞ്ഞു. ഓക്കെ, ഇനി സെക്കൻഡ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ, ചില 1-2 പ്രോപ്പർട്ടീസും കൂടി നമ്മൾ എക്സ്ട്രാ ഒന്ന് പഠിക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ പഠിക്കാൻ വേണ്ടി കോൺട്രുവൻസ് കഴിഞ്ഞില്ല, 2 കൂടെ ഉണ്ട്, അവസാനം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ നോക്കിയേ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ABC എന്നാണ് ട്രയാങ്കിളിൻ്റെ പേര്. ഓക്കെ,
അപ്പോൾ എ ബിയും എ സിയും ഒരു വരയിട്ടാൽ ഇത് രണ്ടും ഈക്വലാണേ, അതൊക്കെ അറിയാലോ. ഈ എ ബിയും എ സിയും ഈക്വലാണ് എന്ന് വിചാരിക്കാം. എ ബിയും എ സിയും ഈക്വൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ പേര് പറയും. എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും അല്ലേ. ഇപ്പോൾ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ, 3 സൈഡ് ഈക്വൽ ആണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അല്ല ഒരു സൈഡും ഈക്വൽ അല്ല എങ്കിൽ സ്കെയിലൻ ട്രയാങ്കിൾ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ 2 സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് നമുക്കിതിനെ എന്ത് പറയാം? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയാം. ആണല്ലോ. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ആണല്ലോ. ഈ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത, ഈ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഒരു തിയറം പഠിക്കാനുണ്ട് നമുക്ക്. അതായത് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഈക്വൽ ആയിരിക്കും. സൈഡ്സ് ഓപ്പോസിറ്റ് ആണെങ്കിൽ, സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ. കൺഫ്യൂഷൻ ആക്കണ്ട. ഇവിടെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അത് മനസ്സിലായല്ലോ. അതുപോലെ നമുക്ക് വേറൊരു തന്നിട്ടുണ്ട്. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇടേ ഒന്നുമില്ല. നോക്കി, നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന് 2 സൈഡ്സ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ട്രയാങ്കിൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഈ ട്രയാങ്കിൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ തന്നിട്ടുണ്ട് ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ഏതൊക്കെ സൈഡ്സ് ആയിരിക്കും ഈക്വൽ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഇനി മറ്റൊരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അതാണ് വലിയ കാര്യമായിട്ട് നമുക്കൊരു എക്സസൈസ് ഫുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനിപ്പോൾ ഈസി ആണല്ലോ. ഇനി അതിൻ്റെ പ്രൂഫൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. കാരണം അതിൻ്റെ പ്രൂഫ് എല്ലാം നിങ്ങൾക്ക് സ്കൂളിൽ തന്നിട്ടുണ്ട്. ആ സ്കൂളിൽ തന്നേക്കുന്ന പ്രൂഫ് തന്നെ പഠിച്ചാൽ മതി. അത് ഇനി വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതൊന്നുകൂടെ വായിച്ച് നോക്കുക എക്സാമിന് മുമ്പായിട്ട്. ഇനി അടുത്ത 2 പ്രോപ്പർട്ടീസും കൂടെ പഠിച്ചാൽ ഈ ചാപ്റ്റർ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് SIS, ASA, AAS ആദ്യം പഠിച്ച കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ പഠിച്ചത് ഈ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈ പ്രത്യേകത ആണല്ലോ. ഇനി ഒരൊറ്റ കാര്യങ്ങൾ, ഒന്നല്ല 2 കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് കോൺഫിഡൻസിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോവുകയാണ്. അതായത് ഇത് ട്രയാങ്കിൾ ABC ആണ്, ഇത് ട്രയാങ്കിൾ PQR ആണ്. ഓക്കെ, ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRയും 2 ട്രയാങ്കിളാണ്. ഇത്രയും നേരം നമുക്ക് സൈഡും ആംഗിളും ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ തരാൻ പോകുന്നത് ഇതിൻ്റെ 3 സൈഡ്സും, ഇതിൻ്റെ ഈ സൈഡും ഈക്വലാണ്, ഈ സൈഡും ഈക്വലാണ്, ഈ സൈഡും ഈക്വലാണെന്ന് വിചാരിക്കാം. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് മറ്റു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ആയിട്ട് ഈക്വലാണ്. The sides of a triangle, the 3 sides of a triangle are equal to the corresponding 3 sides of another triangle. Then we can say that the triangles are congruent. അതായത് ഇങ്ങനെ തരികയാണെങ്കിൽ, അതായത് AB equal to PQ, നമുക്ക് BC equal to QR, AC equal to PR ഇങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ABC is congruent to ട്രയാങ്കിൾ PQR എന്ന് പറയാം. ഈ റൂൾ സൈഡ് അതായത് യെസ് റൂൾ എന്ന് പറയും. നമുക്ക് ക്വസ്റ്റ്യനിൽ മിക്കവാറും 1-2 ഇതുപോലെ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും ട്രയാങ്കിളിൻ്റെ കോൺഫിഡൻസ് എഴുതുമ്പോൾ 3 കാര്യങ്ങൾ വേണം. 3 കാര്യങ്ങൾ. ഓക്കെ, ഏതെങ്കിലും 3 സൈഡോ അല്ലെങ്കിൽ 3 ആംഗിൾസോ, 2 സൈഡും 1 ആംഗിളോ, അല്ലെങ്കിൽ 2 ആംഗിളും 1 സൈഡും, എന്തായാലും നമുക്ക് 3 കാര്യങ്ങൾ ഇത് കണ്ടുപിടിക്കണം. ആ 3 പോയിന്റ് വെച്ചിട്ടേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റൂ. 3 പോയിന്റ് എല്ലാത്തിലും ഓർത്ത SAS 3 ലെറ്ററാണ്, ASA 3 ലെറ്ററാണ്, SSS 3 ലെറ്ററാണ്, AAS 3 ലെറ്ററാണ്. ഇതെല്ലാം 3 ലെറ്ററാണ്. അപ്പോൾ 3 കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ 3 സൈഡ്സ് ഈക്വലായിട്ട് വന്നാൽ ഇത് ഈക്വലാണ്. സോ ദിസ് ഈസ് കോൾഡ് ദ SSS കോൺട്രുവൻസ് തിയറം. SSS കോൺട്രുവൻസ് തിയറം ഇത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം, നമുക്ക് തരുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കാം. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ PQR തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ PQR തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആംഗിൾ Bയും ആംഗിൾ Qവും ഓക്കെ റൈറ്റ് ആംഗിൾസ് ആണ്. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അത് നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q ഈക്വൽ ടു 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ACയും PRും ഈക്വലാണ്. AC ഈക്വൽ ടു PR എന്ന് തന്നിട്ടുണ്ട്.
ക്വസ്റ്റ്യനിൽ തരും, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ഇനി മൂന്നാമത് ബി സി ഈക്വൽ ടു ആർ ക്യൂ എന്ന് തന്നിട്ടുണ്ട്. ബി സി ഈക്വൽ ടു ആർ ക്യൂ ഇങ്ങനെയും തന്നിട്ടുണ്ടോ വിചാരിക്കാം. അപ്പോൾ നോക്കുക, നമുക്ക് തന്നിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ തന്നിട്ടുണ്ട്. ഈ റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചരിഞ്ഞിരിക്കുന്ന സൈഡിനെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്നാണ് പറയുന്നത്. ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചരിഞ്ഞിരിക്കുന്ന ഒരു സാധനം, അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് രണ്ടും ഈക്വലാണ്. ഏതെങ്കിലും ഒരു സൈഡ്, ഒന്നുകിൽ ഈ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ്, ഇത് ഏതെങ്കിലും രണ്ട് സൈഡ്സ് ഈക്വലാണ് എങ്കിൽ നമുക്ക് റൈറ്റ് ആംഗിൾ തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, ഒരു സൈഡ് തന്നിട്ടുണ്ട്, RHS കോൺഫ്ലുവൻസ് പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? റൈറ്റ് ആംഗിൾ തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, ഒരു സൈഡ് തന്നിട്ടുണ്ട്. ഇങ്ങനെ തരികയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഫ്ലുവൻ്റ് ആണ്. നമുക്ക് എഴുതാം ട്രയാങ്കിൾ ABC കോൺഫ്ലുവൻ്റ് ട്രയാങ്കിൾ PQ. ഇതൊരു കോൺഫ്ലുവൻസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ABC PQR രണ്ട് ട്രയാങ്കിൾ കോൺഫ്ലുവൻ്റ് ആവണമെങ്കിൽ നമ്മൾ എത്ര പ്രോപ്പർട്ടി പഠിച്ചു? 5 പ്രോപ്പർട്ടി പഠിച്ചു. SAS രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും, ASA രണ്ട് ആംഗിളും ഇൻക്ലൂഡഡ് സൈഡും, AAS രണ്ട് ആംഗിളും ഒരു സൈഡും, SSS 3 സൈഡും അല്ലേ, RHS റൈറ്റ് ആംഗിൾ, ഹൈപ്പോട്ടന്യൂസ്, സൈഡ്. ഇത്രയും കോൺഫ്ലുവൻസ് പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോൺഫ്ലുവൻസ് പ്രോപ്പർട്ടീസ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാണ്, നിങ്ങൾ ക്വാഡ്രിലാറ്ററൽസും സർക്കിൾസും ഒക്കെ പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിലെല്ലാത്തിലും ഈ കോൺഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യനിലും ഈ കോൺഫ്ലുവൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതിനിടയ്ക്ക് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ആ രണ്ട് കാര്യങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ പിന്നെ ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ ഇനി ഇതിൻ്റെ പ്രൂഫും ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ കൂടെ ലീനിയർ പെയറും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ, ലൈൻസ് ആൻഡ് ആംഗിൾസ് കണ്ടിട്ടില്ലാത്ത അതും കൂടെ ഒന്ന് കണ്ടോളെ. അതിനകത്ത് ലീനിയർ പെയറിനെ പറ്റിയും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതൊന്ന് കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോയിൽ ക്വാഡ്രിലാറ്ററൽസുമായിട്ട് നമുക്ക് കാണാം. ബൈ.